എൻ്റെ തൊട്ട് സൈഡിൽ പ്ലേ ചെയ്യുന്ന ഒരു വീഡിയോയിലേക്ക് ഒന്ന് നോക്കണേ. ഒരു 19 വയസ്സുകാരി പെൺകുട്ടി സ്വന്തം അധ്വാനം കൊണ്ട് ഒരു വീട് വെച്ചതിൻ്റെ സന്തോഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണ്. കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ ഒരു നേട്ടമാണ്. പക്ഷേ ആ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് നോക്കിക്കേ. 18-ാം വയസ്സിൽ നീ ദുബായിൽ പോയിട്ട് 25 ലക്ഷം ഉണ്ടാക്കിയെങ്കിൽ നിന്റെ ജോലി എന്താണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? പരുഷമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന് മറുപടി പറയുന്നത് മറ്റൊരുത്തൻ, ബ്രോ ചോറ് തിന്നുന്ന ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാകും. വേറൊരാൾ പിന്നെ ഇത്തിരി മര്യാദയൊക്കെ ഉണ്ട്, പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഡൗൺ പേയ്മെന്റ് മാത്രം കൊടുത്ത് ബാക്കി EMI ആകും. ഒരു ചെറിയ വീട് കാണുമ്പോൾ, അല്ലെങ്കിൽ ആളുകൾ ജോലി ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കിയെന്നറിയുമ്പോൾ കാണുന്ന ഫ്രസ്ട്രേഷൻസ് ആണ് ഇതൊക്കെ. ഇത്രത്തോളം നിഷ്ക്രിയരായ, മറ്റുള്ള ആളുകളിലേക്ക് കണ്ണുനട്ട് കാത്തിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചിട്ടാണ്. തൊഴിലില്ലായ്മ ഇക്കൂട്ടരൊക്കെ പറയുന്ന ഒരു ഒഴിവ് കഴിവാണ്. അതിനെ ഒന്ന് പൊളിച്ചെടുക്കേണ്ടതുണ്ട്. ലോകാരംഭം മുതൽ മനുഷ്യൻ അതിജീവിച്ച് ഇവിടെ വരെ എത്തിയത് ഏതോ ഒരുത്തൻ തൊഴിലുണ്ടാക്കി കൊടുത്ത് ശമ്പളം നൽകി, അല്ലെങ്കിൽ സർക്കാർ രൂപീകരിച്ച് സർക്കാർ ജോലി നൽകി ശമ്പളം കൊടുത്ത് പെൻഷൻ കൊടുത്തല്ല. അസ്ഥിരമായിട്ടുള്ള പല സാമ്പത്തിക ചുറ്റുപാടുള്ള രാജ്യങ്ങളിലും ആളുകൾ പണക്കാരായിട്ട് മാറുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. മലയാളികളിലെ ചിലർ രക്ഷപ്പെടാത്തത് ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. എല്ലാം ആരെങ്കിലും കൊണ്ടുവന്ന് തരണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും രക്ഷപ്പെട്ട വഴി പറഞ്ഞാൽ അത് കോപ്പി അടിക്കാം. സ്വന്തമായിട്ട് ഒരു ചിന്തയോ ഇന്നോവേഷനോ ഇല്ല. മുക്കിനും മൂലയിലും ബൺമസ്ക വിൽക്കാനായിട്ട് ഒരു കാലത്ത് കുറേയധികം ആളുകൾ ഓടി നടന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടി പണം ഉണ്ടാക്കിയാൽ അതിന് പിന്നിൽ ഇമ്മോറൽ വർക്കുകളാണെന്ന് വരെ പറഞ്ഞു വരുത്തുന്ന സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ആൺകുട്ടി കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കിയാൽ അവൻ കള്ളപ്പണക്കാരൻ അല്ലെങ്കിൽ കള്ളക്കടത്തുകാരൻ. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, മത്സര പരീക്ഷകളെ അതിജീവിച്ച് ഒരാൾ പഠിച്ച് ഒരു വലിയ ഡോക്ടറായിട്ട് നല്ല നിലയിലെത്തിയാൽ, സമ്പന്നനായി കഴിഞ്ഞാൽ, നാട്ടുകാർ അയാൾക്ക് സ്കാനിങ് സെന്ററിൽ നിന്നും ഫാർമ കമ്പനികളിൽ നിന്നും കമ്മീഷൻ അടിക്കുന്നവനാണ് എന്നുള്ളൊരു പട്ടം കൂടി ചാർത്തി കൊടുക്കും. ഒരു നഴ്സിനെ വിവാഹം കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വിവാഹം കഴിച്ച ഭാര്യ നഴ്സായതുകൊണ്ടോ വിദേശത്തേക്ക് പോകാനായിട്ട് ഒരു കുടുംബത്തിന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കൂടെ പോകുന്ന ഭർത്താവിനെ കുറിച്ചിട്ട് നാട്ടുകാർ ഇങ്ങനെ പറയും: അവൻ പാവാട വിസയിൽ പോയവനാണ്. എന്താണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഈ ചിന്താഗതി? മറ്റൊരാൾ വിജയിക്കുന്നത് കാണുമ്പോൾ അവരുടെ നേട്ടങ്ങളെ തരം താഴ്ത്താനും അവരുടെ മനസ്സിൽ ഒരുതരം കുറ്റബോധം അല്ലെങ്കിൽ ഗിൽറ്റ് ഉണ്ടാക്കാനും ഇവിടുത്തെ ചില ആളുകൾക്ക് വല്ലാത്തൊരു ആവേശമാണ്. സത്യത്തിൽ ഈ പുവർ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ ജീവിതത്തിൽ ആകെ വിജയിക്കുന്നത് മറ്റുള്ള ആളുകളുടെ മനസ്സിൽ ഈ കുറ്റബോധം നട്ടുമുളപ്പിക്കുന്ന ആ ഒരു പരിപാടി മാത്രമാണ്. എത്രയൊക്കെ നേട്ടങ്ങൾ നിങ്ങൾ നേടിയാലും നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ചിട്ട് ഒരു മതിപ്പില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മതിപ്പില്ലായ്മയ്ക്ക് കാരണമാകുന്നത് ചുറ്റിനുമുള്ള പരാജിതരുടെ ഇമാതിരി പണികൾ കൊണ്ടാണ്. മറ്റുള്ളവൻ അധ്വാനിച്ച് മുന്നേറുമ്പോൾ വെറുതെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ഇവിടുത്തെ ഇന്നാക്റ്റീവ് ആയിട്ടുള്ള യുവാക്കൾക്ക് ഇതൊന്നും കേട്ട് കഴിഞ്ഞാൽ ദഹിക്കത്തില്ല. പ്രിയപ്പെട്ട പുതിയ തലമുറയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ: നാട്ടിലെ കിളവന്മാരെയും അസൂയക്കാരെയും ബോധ്യപ്പെടുത്താൻ നിങ്ങളുടെ ജീവിതം കളയേണ്ടതില്ല. ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾക്ക് പണിക്ക് പോകാം. അതിനാരുടെ അനുവാദമൊന്നും ആവശ്യമില്ല. ഇപ്പം പുറത്തിറങ്ങിയാൽ പോലും പണിയുണ്ട്, ചെയ്യാനായിട്ട് ആളില്ല.